സുഹൃത്തുക്കളെ നമസ്കാരം. ലോകത്ത് ഫിലിം സ്റ്റാറുകളെക്കാൾ കൂടുതൽ പ്രശസ്തരായവർ ബിസിനസ്സുകാരായിരിക്കും. അവർ സംരംഭകരായതുകൊണ്ട് മാത്രമല്ല, സമ്പന്നരായതുകൊണ്ടാണ് എല്ലാവരുടെയും ആരാധനാപാത്രമാകുന്നത്. ഓർമ്മയില്ലേ, 90കളിൽ ഒരാൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കാശൊക്കെ ചിലവാക്കി നടന്നാൽ കളിയാക്കി ചോദിക്കുക, നീ ബിർളയുടെ മകനാണോ ടാറ്റയുടെ മകളാണോ എന്നൊക്കെയാകും. കാരണം സമ്പത്തിൻ്റെ അടയാളമാണ് സംരംഭകർ. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ബിസിനസ്സിലൂടെ സഹസ്ര കോടീശ്വരന്മാരാകാൻ പറ്റുന്നത്, ബിസിനസ്സിൻ്റെ സാമ്രാജ്യം സൃഷ്ടിച്ച് എംപററാകാൻ സാധിക്കുന്നത്? ഒറ്റവരിയിൽ പറയാനാകുന്നതല്ല അത്. 1980കളിൽ കഷ്ടിച്ച് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പൈസ പോലും പോക്കറ്റിലില്ലാതെ സ്വന്തം നാട് വിട്ട് ഭാഗ്യാന്വേഷികളായി മറുദേശങ്ങളിലെത്തിയ പലരും കണ്ണഞ്ചിപ്പിക്കുന്ന വിധം ഇന്ന് കോടീശ്വരന്മാരായിരിക്കുന്നു. കാഴ്ചക്കാരായ നമുക്ക് അവരുടെ വളർച്ച അവിശ്വസനീയവും വളരെ പെട്ടെന്ന് സംഭവിച്ചതാണെന്നും തോന്നാം. എന്നാൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അസാമാന്യമായ വ്യക്തത, തുടങ്ങിയാൽ എത്തിച്ചേരുന്നത് എവിടെയാകും എന്നതിനെക്കുറിച്ചുള്ള ഭയമില്ലായ്മ, അത്ഭുതപ്പെടുത്തുന്ന സമയനിഷ്ഠ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇഴപിരിയാത്ത വിധം നെയ്തെടുക്കുന്ന ബന്ധങ്ങൾ, മനുഷ്യരെ തൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഒന്നിച്ചു നിർത്തി അവരിൽ നിന്ന് വേണ്ടത് നേടിയെടുക്കാനും അവരെക്കൊണ്ട് വേണ്ട കാര്യം ചെയ്യിക്കാനുമുള്ള നേതൃശേഷി, ഇവയെല്ലാം ഒത്തുചേരുന്ന അപൂർവമായ മനഃശാസ്ത്രം. ആ മനോനിലയുടെ പേരാണ് ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, മാർക്ക് സക്കർബർഗ്, വാരൻ ബഫറ്റ്, JRD ടാറ്റ, ധിരുഭായ് അംബാനി, JD ബിർള തുടങ്ങി മുകേഷ് അംബാനി, സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, NR നാരായണമൂർത്തി, ഗൗതം അദാനി, MA യൂസഫലി, രവി പിള്ള, സണ്ണി വർക്കി എന്നിവരൊക്കെ. അതെ, ഇവരാരും കേവലം ബിസിനസ്സുകാരല്ല, മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള മഹാമാന്ത്രികരാണ്. കാരണം പണം കയ്യിലിരുന്നതുകൊണ്ടോ ബന്ധങ്ങൾ ചുറ്റുമുണ്ടായിരുന്നതുകൊണ്ടോ സർക്കാർ പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്തതുകൊണ്ടോ സംരംഭകരായി കളയാമെന്ന് കരുതിയവരല്ല ഇവരാരും. മറ്റാർക്കും അനുകരിക്കാനാകാത്ത ബുദ്ധി തലയ്ക്കകത്തും ആർക്കും ചവിട്ടിക്കെടുത്താനാകാത്ത ആത്മവിശ്വാസം ചങ്കിലുമുള്ളതുകൊണ്ട് ലോകത്തെ നയിക്കുന്നവരാണ്. അവർ എന്തെങ്കിലുമൊക്കെ ആയപ്പോഴാണ് സമൂഹവും സർക്കാരും രാഷ്ട്രീയക്കാരും പുരോഹിതന്മാരുമെല്ലാം അവരെ അങ്ങോട്ട് ചെന്ന് ആദരിക്കുന്നത്, ക്ഷണിക്കുന്നത്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. 1970കളുടെ അവസാനം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഇടുങ്ങിയതും തിരക്കുള്ളതുമായ നഗര ഇടവഴിയിൽ ഒരു പയ്യനുണ്ടായിരുന്നു. ജെയിൻ കുടുംബത്തിലെ 8 കുട്ടികളിൽ 7ാമൻ. 16 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ. കുടുംബത്തിന് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പിതാവ് ഒരു ചെറിയ വസ്ത്രവ്യാപാരി മാത്രമായിരുന്നു. ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിലുണ്ടായിരുന്ന ആ 16കാരന് പക്ഷേ കൈപിടിച്ചുയരാൻ ബന്ധങ്ങളുണ്ടായിരുന്നില്ല. സ്വപ്നം കാണാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ അസ്വസ്ഥമായിരുന്നു. അന്നാർക്കും ചിന്തിക്കാൻ പോലുമായില്ല രത്തൻ പോളിലെ ആ 16കാരൻ്റെ കണ്ണുകൾ തിരഞ്ഞത് രക്ഷപ്പെടാനുള്ള വഴികളല്ല, രാജാവാകാനുള്ള പദ്ധതികളാണെന്ന്. സാധാരണ സുഹൃത്തുക്കൾക്കൊപ്പം തമാശ പങ്കിട്ടും പ്രണയചാബല്യങ്ങളിൽ മയങ്ങിയും പലരും ആസ്വദിക്കുന്ന ആ കൗമാരത്തെ ആ പയ്യൻ അതിതീവ്രമായ ചില ലക്ഷ്യങ്ങൾക്കായി സ്വയം ഒരുക്കിയെടുത്തു. ഉൾവിളിയിൽ ഒരു തീരുമാനമെടുത്തു: വീട് വിട്ടു പോകണം. 1978 1-2 നോട്ടുകൾ മാത്രം പോക്കറ്റിലിട്ട് അവൻ അഹമ്മദാബാദിൽ നിന്ന് ട്രെയിൻ കയറി. മുന്നൊരുക്കങ്ങളില്ല, വലിയ പദ്ധതികളില്ല, ചില തീരുമാനങ്ങൾ മാത്രം. 1980കളുടെ ഇന്ത്യയിൽ ഒരു സർവകലാശാലയുണ്ടായിരുന്നു. ജീവിതമെന്ന അധ്യായം മനസ്സിലാക്കി ആർക്കും വിജയത്തിൻ്റെ ബിരുദമെടുക്കാൻ സഹായിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അവിടെ അഡ്മിഷന് യോഗ്യത ചങ്കിലെ ഉറപ്പ് മാത്രം. എന്തെങ്കിലുമൊക്കെ ആകണമെന്ന ആ തീ കണ്ണിലുള്ള പലരും ആ സർവകലാശാലയിൽ നിന്നും ഉന്നത ബിരുദമെടുത്തവരാണ്. ചിലരാകട്ടെ ബിരുദാനന്തര ബിരുദവും. ആ സർവകലാശാലയുടെ പേരാണ് ബോംബെ മഹാനഗരം. സിലബസുകളില്ലാത്ത ഒരു പാഠശാല. ഔപചാരികമായ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നുമില്ലാതെ ബോംബെയുടെ മടിത്തട്ടിൽ തീവണ്ടി ഇറങ്ങുമ്പോൾ ആരെങ്കിലും കരുതിയോ അപരിചിതത്വത്തിൻ്റെ കനം തൂങ്ങുന്ന കണ്ണുമായി ആ നഗരത്തിൻ്റെ തെരുവിൽ ഏകാഗിയായി നടന്ന ആ കൗമാരക്കാരൻ ഒരു നാൾ ഇന്ത്യൻ ബിസിനസ് എക്കോസിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന കപ്പിത്താനാകുമെന്ന്, ബോംബെ നഗരമെന്ന സർവകലാശാലയിൽ നിന്നും ബിസിനസ്സിൻ്റെ ഡോക്ടറേറ്റ് നേടുമെന്ന്? ആ 16കാരൻ്റെ പേരായിരുന്നു ഗൗതം. മുഴുവൻ പേര് ഗൗതം ശാന്തിലാൽ അദാനി. ആധുനിക സംരംഭക ഇന്ത്യ കണ്ട ഏറ്റവും നിർഭയനായ പോരാളി.
പൂജ്യത്തിൽ നിന്നും വിജയത്തിൻ്റെ പൂച്ചെണ്ട് വാങ്ങുന്ന വ്യാപാരി, ആരും പോകാത്ത വഴികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന സഞ്ചാരി, തളർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെയും 10 മടങ്ങ് വളരുന്ന മാന്ത്രികനായ ബിസിനസ് ചക്രവർത്തി, ലോകത്തിൻ്റെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് രാജ്യത്തിൻ്റെ നട്ടെല്ല് പണിയുന്ന ഷെഹൻഷാ, 8.25 ലക്ഷം കോടി രൂപയുടെ നെറ്റ്വർത്തോടെ ലോകത്തെ ആദ്യ സമ്പന്നരിൽ ഒരാൾ, 18 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള അദാനി ഗ്രൂപ്പിൻ്റെ നായകൻ, ഇന്ത്യയിലെ 2ാമത്തെ സമ്പന്നൻ ഗൗതം അദാനി. ഇനി തിരികെ വരാം. ബോംബെയിലെത്തിയ ആ 16-കാരന് ഒരു ഡയമണ്ട് ഷോപ്പിൽ വൈരക്കല്ല് തരംതിരിക്കുന്ന പണി കിട്ടി. കണ്ണിൽ വെച്ച ഭൂതക്കണ്ണാടിയിലൂടെ വജ്രത്തിൻ്റെ സൈസും ഷേപ്പും കളറും ക്ലാരിറ്റിയും നോക്കിത്തിരിക്കുന്ന ജോലി. അസാധാരണമായ ക്ഷമയും സൂക്ഷ്മതയും സ്ഥിരോത്സാഹവും പ്രയത്നവും വേണ്ട ജോലിയാണ്. ആ പണി 3 പ്രധാന കാര്യങ്ങൾ ഗൗതമിനെ പഠിപ്പിച്ചു. കൃത്യത, പിഴവുകൾ നേരത്തെ കണ്ട് വിലയിരുത്താനുള്ള കഴിവ്, വേഗതയുടെ വില. മഹേന്ദ്ര സഹോദരന്മാരുടെ വജ്രക്കടയിൽ നിന്നിറങ്ങുമ്പോൾ ഗൗതമിന് വയസ്സ് 18. പിന്നെ ഒരു 8 വർഷം ചെറിയ തോതിൽ വജ്രവ്യാപാരവും പ്ലാസ്റ്റിക്, പോളിവിനൈൽ ക്ലോറൈഡ് ഇറക്കുമതിയും ഒക്കെയായി തൻ്റെ വഴിയുടെ ക്ലാരിറ്റി കടഞ്ഞെടുക്കുകയായിരുന്നു ഗൗതം. 1988 തൻ്റെ 26ാമത്തെ വയസ്സിൽ ഗൗതം അദാനി എൻ്റർപ്രൈസ് തുടങ്ങി. അഗ്രികൾച്ചറും പോളിമർ പ്രൊഡക്റ്റുകളുമായിരുന്നു അദാനി എൻ്റർപ്രൈസ് ആദ്യം ഇറക്കുമതി ചെയ്തത്. അന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സർക്കാർ നിയന്ത്രണങ്ങൾ അത്ര കടുപ്പവും ബിസിനസ് ചെയ്യുക എന്നത് വെല്ലുവിളിയുമായിരുന്നു. സംരംഭം തുടങ്ങാനായി മൂലധനം മുടക്കാൻ ആരും മടിക്കുന്ന സമയം. ബാങ്ക് ലോണും നിക്ഷേപകരുമെല്ലാം ഇന്ത്യയിലെ സംരംഭകന് കിട്ടാക്കനി. ആ സമയം ഗൗതം അദാനിയിലെ സംരംഭകൻ സ്വയം നിർവചിക്കുകയായിരുന്നു. തൻ്റെ വഴി ഡിസൈൻ ചെയ്യുകയായിരുന്നു. അത് എന്താണെന്നോ? പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയല്ല, പകരം പ്രൊഡക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന സപ്ലൈ ചെയിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന്. അങ്ങനെ 1995 ഗുജറാത്ത് സർക്കാർ സംസ്ഥാനത്തെ തുറമുഖ വികസനത്തിന് സ്വകാര്യ പങ്കാളികളെ ക്ഷണിച്ചപ്പോൾ അദാനിക്ക് അതിൽ തൻ്റെ മുന്നോട്ടുള്ള വഴി കാണാനായി. അദാനി പറയുന്നു, മുന്ദ്ര പോർട്ട് ബിൽഡ് ചെയ്യാനുള്ള ബിഡിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ പലരും കരുതി തനിക്ക് വട്ടാണെന്ന്. ആളുകൾ കളിയാക്കിയതും വിലക്കിയതും തനിക്ക് ജീവിതത്തിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകൾ പോയിട്ട് ഒരു കല്ല് പോലും ഇട്ട പരിചയമില്ലാത്തതിനാലല്ല, തിരഞ്ഞെടുത്തത് മുന്ദ്രയായതുകൊണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചതുപ്പ് നിലമായ മുന്ദ്ര തിരഞ്ഞെടുത്തതുകൊണ്ട്. ആ പ്രൊജക്റ്റിനായി ഫണ്ട് ചോദിച്ചപ്പോൾ ബാങ്കുകൾ ചിരിച്ചു. വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഒരു ചതുപ്പിന് ഞങ്ങൾ പൈസ മുടക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഗൗതം അദാനി പറയുന്നു, ബാങ്കുകൾ പറഞ്ഞത് ശരിയായിരുന്നു. മുന്ദ്രയിലേക്ക് ഒരു റോഡ് പോലുമില്ല, അവിടേക്ക് എത്തിപ്പെടാനാകില്ല. ചതുപ്പിലേക്ക് എങ്ങനെ എത്താൻ? അവിടെ എത്തിയാലല്ലേ കൺസ്ട്രക്ഷൻ്റെ കാര്യം ആലോചിക്കാനെങ്കിലും പറ്റൂ. അവിടെ തനിക്ക് വലിയ പാഠം പഠിക്കാനായി എന്ന് അദാനി പറയും. കൺവിക്ഷൻ ഓവർ കോഷൻ. ധാരണകളെയും മുന്നറിയിപ്പുകളെയും മറികടക്കാൻ കഴിയുന്ന അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെ ബലം. അവിടെ അദാനി പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ബാങ്കുകളോട് ചോദിച്ചത് ഒരു ചതുപ്പ് നിലം വികസിപ്പിക്കാനുള്ള ലോണല്ല, ആരും അന്വേഷിക്കാതിരുന്ന, ശ്രമിക്കാതിരുന്ന, കാണാതിരുന്ന വലിയ അവസരത്തെ ഉപയോഗപ്പെടുത്താനുള്ള പിന്തുണയാണ് ചോദിച്ചത്. അതാണ് ഗൗതം അദാനി. ഭൂപടത്തിലെ വഴികൾ നിങ്ങളെ എത്തിക്കുക ചിലർ അതിനകം എത്തപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ മാത്രമായിരിക്കും. പുതിയ ഡെസ്റ്റിനേഷനുകളിലെത്താൻ നിങ്ങൾ വഴിവെട്ടണം. അതിന് വേണ്ടത് ആഴത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ ദിശാസൂചികകൾ മാത്രമാണ്. അത് അവസരങ്ങളിലേക്ക് വഴികാട്ടും. എൻ്റെ ആത്മവിശ്വാസമാണ് മുന്ദ്രയിലേക്ക് എന്നെ എത്തിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ ആ ചതുപ്പ് നിലം ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ തുറമുഖമായിരിക്കുന്നു. രാജ്യത്തെ തുറമുഖ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ മുന്ദ്ര അത് യാഥാർത്ഥ്യമാക്കിയ സാക്ഷാൽ അദാനി. ഇൻഡസ്ട്രികളില്ല, റോഡില്ല, കറണ്ടില്ല, ഒരു ഗ്യാരണ്ടിയുമില്ല. ഹൈ റിസ്ക്കുള്ള, വലിയ അട്രാക്ഷൻ ഒന്നുമില്ലാത്ത ഒരു പ്രോജക്റ്റ്. അതായിരുന്നു മുന്ദ്ര. 30 വർഷങ്ങൾക്കിപ്പുറം ഒരു ചതുപ്പ് നിലം 20 കോടി മെട്രിക് ടൺ കാർഗോ പ്രതിവർഷം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ വലിയ പോർട്ടായി മാറിയിരിക്കുന്നു. ഇന്ത്യയെ ലോകത്തേക്ക് കണക്ട് ചെയ്യുന്ന ലോജിസ്റ്റിക് ഹബ്ബായിരിക്കുന്നു. ഓൺലി ബിക്കോസ് ഓഫ് അദാനി. മറ്റുള്ളവർ ചെയ്യാൻ മടിച്ച കാര്യം നിങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചാൽ പിന്നെ നിങ്ങളാണ് രാജാവ്. അതാണ് ഹൈലൈറ്റ്. ചതുപ്പ് നിലത്ത് പൊന്നു വിളയിക്കാമെങ്കിൽ 16-ാം വയസ്സിൽ വജ്രം പിടിച്ച തഴമ്പു വന്ന കൈകൾക്ക് എന്താണ് വഴങ്ങാത്തത്? മുന്ദ്രയിൽ തുടങ്ങിയ അദാനി വിഴിഞ്ഞം ഉൾപ്പെടെ ഇന്ത്യയിൽ 11 പോർട്ടുകളുടെ ഡെവലപ്പറായി. തീർന്നില്ല. ഇസ്രായേലിലും ശ്രീലങ്കയിലും ടാൻസാനിയയിലും പോർട്ടുകൾ പണിതു.
പലതും ഓപ്പറേറ്റ് ചെയ്യുന്നു. പോർട്ടിൽ നിന്നും ലോജിസ്റ്റിക്സിലേക്ക്, ലോജിസ്റ്റിക്സിൽ നിന്നും ഊർജ്ജ മേഖലയിലേക്ക്, ഊർജ്ജ രംഗത്ത് നിന്നും ട്രാൻസ്മിഷനിലേക്ക്, ട്രാൻസ്മിഷനിൽ നിന്നും റിന്യൂവൽ എനർജിയിലേക്ക്, അവിടെ നിന്ന് എയർപോർട്ടുകളിലേക്കും ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറിലേക്കും പ്രതിരോധ നിർമ്മാണത്തിലേക്കും. അദാനി വളരുന്ന വഴി കണ്ടാൽ അറിയാം ഭാവി സാധ്യതകൾ എന്താണെന്ന്. 2000 തേർമൽ പവറിലേക്ക് കടന്ന അദാനി ഗ്രൂപ്പ് 2015 അദാനി ഗ്രീൻ എനർജി രൂപീകരിച്ചു. ഇന്ന് ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് അദാനി ഗ്രീൻ എനർജി. 2030 45 ഗിഗാവാട്ടാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ നഗരങ്ങളിലെ ദശലക്ഷക്കണക്കിന് വീടുകളെ വൈദ്യുതീകരിക്കാൻ ശേഷിയുള്ള 45 ഗിഗാവാട്ട്. 2019 6 എയർപോർട്ടുകളുടെ ഓപ്പറേഷൻസ് അദാനി നേടി. PPP മോഡലിൽ എയർപോർട്ട് മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള കരാർ, അതും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സുതാര്യമായ ഓപ്ഷൻ പ്രോസസ്സിലൂടെ. 2023 7 കോടി പാസഞ്ചേഴ്സിനെ അദാനി എയർപോർട്ട്സ് മാനേജ് ചെയ്തു. കൃത്യത, പിഴവുകൾ മുൻകൂട്ടി വിലയിരുത്താനുള്ള കഴിവ്, വേഗത, നിയമപരമായ നിയന്ത്രണങ്ങൾ, സുരക്ഷ, ഇങ്ങനെ ഏറ്റവും സങ്കീർണമായ ഉത്തരവാദിത്വമുള്ള എയർപോർട്ട് മാനേജ്മെൻറ്റാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു ഓപ്ഷനുമില്ലാത്ത ഉത്തരവാദിത്തമാണ് അതൊക്കെ. ഇതിനിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തേർമൽ പവർ പ്രൊഡ്യൂസറായി മാറിയ അദാനി പവർ ട്രാൻസ്മിഷനിലും എണ്ണം പറഞ്ഞ കമ്പനിയായി. 2022-23 കാലത്ത് ഫോബ്സും ബ്ലൂംബർഗും അദാനിയെ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ആദ്യ 3 വ്യക്തികളിൽ ഒരാളായി കണ്ടെത്തി. ഓർക്കണം, ഇൻഫ്രയിലാണ് അദാനിയുടെ നിക്ഷേപമെല്ലാം. സോളിഡായ ഇൻഫ്രാ പ്രൊജക്റ്റുകൾ, എല്ലാം കൺമുന്നിൽ കാണാവുന്ന ടാഞ്ചിബിളായ അസറ്റുകൾ, തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ലോജിസ്റ്റിക്സ്, പവർ, ബിഗ് പിക്ചറിൻ്റെ മാത്രം സഹയാത്രികനാണ് അദാനി. എന്താണ് ഗൗതം അദാനിയെ ഇന്ത്യയിലെ മുൻനിര ബിസിനസ്സുകാരനാക്കുന്നതെന്നറിയാമോ? വമ്പന്മാർ പോലും ഭയക്കുന്ന വലിയ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം. ഗൗതം അദാനി കൈവച്ച മേഖലകളെല്ലാം നിർമ്മാണം തുടങ്ങിയാൽ റവന്യൂ വന്നു തുടങ്ങാൻ ദീർഘകാലം ആവശ്യമുള്ള വലിയ പദ്ധതികളാണ്. കടുത്ത സർക്കാർ റെഗുലേഷനുകൾ ഉള്ളവയാണ്. പൊളിറ്റിക്കൽ റിസ്ക് ഉള്ളവയാണ്. ഓപ്പറേഷൻ തുടങ്ങിയാലും ആദ്യ വർഷങ്ങളിൽ വരുമാനം കുറഞ്ഞ സെക്ടറുകളാണ്. കുറച്ചു പേർക്ക് മാത്രമേ ഈ റിസ്കുകൾ താങ്ങാനാകൂ. അദാനി അത് താങ്ങും. ഒരിക്കലല്ല, ഒരേ സമയം മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകളിലൂടെ. ഒന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ റിസ്ക്കുള്ള അടുത്തത്. രാജ്യത്തെ വളരാൻ കെൽപ്പുള്ളതാക്കുന്ന വമ്പൻ പദ്ധതികളുടെ ആസൂത്രകനാകുക, ലക്ഷ്യം അതാണെന്ന് അദാനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദാനി കോർപ്പറേറ്റ് ബിസിനസ്സിലെ പല മേഖലകളിൽ കൈവച്ച കോൺഗ്ലോമറേറ്റ് ആയിട്ട് 37 വർഷം കഴിയുന്നു. 40,000-ഓളം പേർക്ക് നേരിട്ടും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരോക്ഷമായും തൊഴിലവസരം തുറന്നിട്ട് ടാറ്റയ്ക്കും റിലയൻസിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആയിരിക്കുന്നു. ഈ വളർച്ച പൂവിരിച്ച പാതയിലൂടെ നടന്നല്ല അദാനിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നേടിയത്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡറായി മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റുവാങ്ങേണ്ട എല്ലാ ശത്രുതയും അദാനിക്കും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും നേരിടേണ്ടി വന്നു, ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും. കാരണം അയാൾ അചഞ്ചലമായ ഒരു ലക്ഷ്യത്തിനൊപ്പമായിരുന്നെന്നും ബിസിനസ്സിൽ തോൽപ്പിക്കാനാകില്ലെന്നും മനസ്സിലായിട്ടുണ്ട് പലർക്കും. മുന്നോട്ടു പോകാൻ ആഗ്രഹിച്ചവരൊക്കെ അദാനിയെ ഒപ്പം കൂട്ടി. അതിൻ്റെ പ്രതിഫലനമായിരുന്നു അദാനി ഗ്രൂപ്പിലെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ണറായി അബുദാബി ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി വന്നത്. പ്രത്യേകിച്ച് അദാനിയുടെ ഗ്രീൻ എനർജിയിൽ. സൗദി അറാംകോ അദാനിയിൽ നിക്ഷേപിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. അമേരിക്കയിലെ GQG പാർട്ട്നേഴ്സ്, ഏഥൻ ഇൻഷുറൻസ്, ഫ്രാൻസിലെ ടോട്ടൽ എനർജീസ്, ലോകത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളായ DBS ബാങ്ക്, DZ ബാങ്ക്, റേബോ ബാങ്ക്, ബാങ്ക് സിനോപാക് എന്നിവരൊക്കെ അദാനിയിലെ നിക്ഷേപകരോ ഫണ്ടേഴ്സുമാണ്. അവരൊക്കെ ഗൗതം അദാനിയിലെ സാധ്യത കണ്ടു. അതേസമയം രാജ്യത്തെ ലക്ഷ്യമിട്ടവരൊക്കെ അദാനിയെ ആക്രമിക്കാൻ തക്കം പാർത്തു. 2023 അമേരിക്കയിലെ ഹിൻഡർബർഗ് റിസർച്ച് ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. 2024 US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കോഴ ആരോപണം ഉയർത്തി. ഹിൻഡർബർഗിൻ്റെ ആരോപണം ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്ററി സ്ഥാപനമായ സെബി അന്വേഷണം നടത്തി തള്ളിക്കളഞ്ഞു. ഈ ആക്രമണങ്ങൾ പുറത്തുനിന്നായിരുന്നുവെങ്കിൽ രാജ്യത്തിനകത്തു നിന്നും അദാനി ആക്ഷേപങ്ങൾ നേരിട്ടു. രാഷ്ട്രീയമായ ബന്ധങ്ങളുടെ പേരിലായിരുന്നു അത്. രാജ്യത്തിൻ്റെ ഇൻഫ്രയിലും പ്രതിരോധത്തിലും ശക്തനായ പങ്കാളിയായി മാറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കൊതിക്കറിവുകൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തെവിടെയായാലും നാടിൻ്റെ വളർച്ചയ്ക്ക് ശക്തമായ പിന്തുണ കൊടുക്കാൻ കെൽപ്പും പ്രാപ്തിയുമുള്ള സംരംഭകർക്ക് ഒപ്പം സർക്കാർ ഉണ്ടാകണം. കാരണം സർക്കാർ എന്നത് ധർമ്മസ്ഥാപനമല്ല, അതൊരു കോർപ്പറേറ്റ് പവറാണ്.
ലോകത്തെവിടെയും അങ്ങനെയാണ്. ടാറ്റ, ബിർള, റിലയൻസ്, RPG ഗ്രൂപ്പ്, ഭാരത് ഹോട്ടൽസ്, സ്വരാജ് പോളിൻ്റെ കപ്പാറോ ഗ്രൂപ്പ് തുടങ്ങി ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലും വളർച്ചയിലും ഇന്ത്യ ആശ്രയിച്ചത് കോർപ്പറേറ്റുകളെയാണ്. GRD ടാറ്റയെയും ബിർളയെയും പല വ്യവസായങ്ങളിലേക്കും ക്ഷണിച്ചതും പിന്തുണച്ചതും ജവഹർലാൽ നെഹ്റുവല്ലേ. 1980കളിൽ ധീരുഭായ് അംബാനി വളർന്നതും മുന്നോട്ടു പോയതും ഇന്ദിരാഗാന്ധിയുടെ കാലത്തല്ലേ. അധികാര കേന്ദ്രങ്ങളോട് അടുത്തു നിന്ന ഭാരത് ഹോട്ടൽസിൻ്റെ ലളിത് സൂര്യയെയും കപ്പാറോ ഗ്രൂപ്പിലെ സ്വരാജ് പോളിനെയും അറിയില്ലേ. എല്ലാ കാലത്തും രാജ്യത്തെ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കായി സർക്കാർ നയപരമായ പിന്തുണ കൊടുക്കുകയും അവരെ വളർത്തുകയും ചെയ്യും. അതവർക്ക് രാജ്യത്ത് പലതും ചെയ്യാനാകും എന്നതിനാലാണ്. മലയാളികളായ എത്രയോ സംരംഭകർക്ക് ഗൾഫ് നാടുകളിൽ പോലും സ്വീകാര്യതയും ഇളവുകളും കിട്ടിയിരിക്കുന്നു. ജപ്പാനിലെ ടൊയോട്ട വളർന്നതും ലോകമാകെ പടർന്നതും രണ്ടാം ലോക മഹായുദ്ധാനന്തരം ആ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ഒപ്പം നിന്നതിന് സർക്കാർ നൽകിയ പോളിസി സപ്പോർട്ടിലും സംരക്ഷണയിലുമാണ്. അമേരിക്കൻ സർക്കാരിൻ്റെ ഇൻസെൻറ്റീവും പ്രൊജക്ട് സപ്പോർട്ടിലും പോളിസി ഇളവുകളിലുമാണ് ഇലോൺ മസ്കിൻ്റെ ടെസ്ലയും ബോയിങ്ങും ഇൻ്റലും ആമസോണും ആപ്പിളും എല്ലാം വളർന്ന് ലോകമാകെ പിടിമുറുക്കിയത്. ലോജിസ്റ്റിക്സിലും ഇ-കൊമേഴ്സിലും ഫിൻടെക്കിലും ലോകത്തെ കീഴടക്കണമെന്ന ചൈനയുടെ മോഹമാണ് ആലിബാബയിലൂടെ ജാക്മ നേടിയത്. ചൈനീസ് സർക്കാരിൻ്റെ പിന്തുണയിലും പ്രോത്സാഹനത്തിലുമാണ് ആലിബാബയ്ക്ക് അത് സാധ്യമായതും. കാരണം ഒരു രാജ്യത്തിനും നിർദ്ദേശങ്ങൾ പറയുന്നവരെയും അഭിപ്രായിസ്റ്റുകളെയും ആവശ്യമില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരെ മതി. വിമർശിക്കുന്നവർ ഒരു കോണിലിരുന്ന് വിമർശിക്കും, ബിൽഡ് ചെയ്യുന്നവർ അത് തുടരും. പരാജയപ്പെടാൻ മനസ്സില്ലാത്ത ഭരണകൂടം പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നവരെ ഒപ്പം നിർത്തും. അതാണ് അദാനിയുടെ വളർച്ചയുടെ രഹസ്യവും. രാഷ്ട്രീയ സങ്കുചിതത്വവും മറ്റ് താല്പര്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ അദാനിക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കതേ അറിയുള്ളൂ എന്നതുകൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളാൽ അയാൾ നമുക്ക് വഴങ്ങുന്നില്ല എന്ന ദേഷ്യത്തിലുമാണ്. ലോകമാകെ പറന്നു നടന്ന് സംരംഭം ചെയ്യുന്നവർക്ക് ഈ സംഘടിത ആരോപണം ശ്രദ്ധിക്കാൻ എവിടെ സമയം? അവർ പിറന്നത് തന്നെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ലക്ഷ്യത്തിൻ്റെ പാതി വഴി പോലും എത്തിയിട്ടില്ല. അതിനാൽ അദാനി ഇനിയും വളരും. ഇനി വേറെ അദാനിമാരും അംബാനിമാരും ടാറ്റയും ലുലുവും RP ഗ്രൂപ്പും ഒക്കെ ഇന്ത്യയിൽ വളർന്നു വരും. കാരണം ആ വലിയ ലക്ഷ്യം നമുക്ക് പിടിക്കാമെന്ന് ഇന്ത്യ പറയുമ്പോൾ ആ പിടിക്കാമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള, സ്വയം തെളിയിച്ച നിർഭയരായ സംരംഭകരെ ഇന്ത്യക്ക് ആവശ്യമുള്ള സമയമാണ്. പേടിത്തൊണ്ടന്മാരുടെ വാക്കുകേട്ട് ഭയന്ന് മാറാത്ത നല്ല ഉശിരുള്ള സംരംഭകരെ. ഈ പറഞ്ഞ സംരംഭകരൊക്കെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നദാതാക്കളാണ്. അവരെപ്പോലെ വേണ്ട. അതിൻ്റെ 100-1 വലിപ്പത്തിൽ ഒരു സംരംഭം തുടങ്ങാനോ വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങി നൽകാനോ കേൾപ്പില്ലാത്ത, കുറ്റം മാത്രം കാണാൻ കണ്ണുള്ളവരാണ് വിമർശന തൊഴിലാളികളായി മാറുന്നത്. അവർക്ക് ഒന്നും നിർമ്മിക്കാൻ അറിയില്ല, തകർക്കാനേ അറിയൂ. ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം വളരട്ടെ, പക്ഷേ അദാനി വളരരുത് എന്നാണ് മനോനില. കാരണം അദാനി ഒരു വലിയ സ്വപ്നം കാണുന്ന പുതിയ ഇന്ത്യയുടെ നട്ടെല്ലുള്ള സംരംഭകനല്ലേ. അയാളെ നമുക്ക് വിരട്ടിക്കളയാമെന്നാണ് പലരുടെയും ധാരണ. പക്ഷെ കേവലം 16-ാം വയസ്സിൽ വജ്രം പിടിച്ച കൈകളാണ്. വെറും 30കളുടെ മധ്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചതുപ്പിൽ സ്വപ്നങ്ങൾക്ക് കല്ലിട്ട് തുടങ്ങിയതാണ്. പലരും ഏറ്റെടുക്കാൻ മടിക്കുന്ന പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് മാത്രം ശീലമുള്ള വ്യക്തിയാണ്. 0-ത്തെ 18 ലക്ഷം കോടിയാക്കിയ ബുദ്ധിയാണ്. ഈ മുതലിനെയാണോ ചിലർ പേടിപ്പിക്കാൻ നോക്കുന്നത്? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ടെക്നോളജി, ഡെവലപ്മെൻറ്റ് വാർത്തകൾക്കായി channeliam.com സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.